Mamma's dishwash liquid. Soft on hands. നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഹത്രാസിലെ ദളിത് പെൺകുട്ടിയുടെ പീഡനവും കൊലപാതകവും. എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയ ജില്ലാ മജിസ്ട്രേറ്റ് അഥവാ ജില്ലാ കളക്ടർ നടത്തിയ തെമ്മാടിത്തരം നമ്മൾ കണ്ടതാണ്. ആ കുടുംബത്തിൻ്റെ അടുത്ത് പോയിട്ട് ജില്ലാ കളക്ടർ പറയുന്നു, ഞങ്ങൾ പറയുന്നത് അനുസരിക്കുക, ഞങ്ങൾ പറയുന്നതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളൊക്കെ ഇന്ന് പോകും, നാളെ അവരാരും ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ ഭീഷണിയാണ് ആ കുടുംബത്തിന് നേരെ ജില്ലാ കളക്ടർ മുഴക്കിയത്. എന്നാൽ ഈ ജില്ലാ കളക്ടറിൻ്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായപ്പോൾ നമ്മളൊക്കെ മനസ്സിൽ കരുതിയതാണ്, ഇയാൾക്കൊരു മുട്ടൻ പണി ജനാധിപത്യ മര്യാദയിൽ നൽകണമെന്ന്. ദാ ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദും അദ്ദേഹത്തിൻ്റെ സംഘവും കൂടി 8ന്റെ പണി ആ ജില്ലാ കളക്ടറിന് നൽകിയിരിക്കുകയാണ്. യോഗി ആദിത്യനാഥും അതുപോലെയുള്ള BJPയുടെ നേതാക്കളും ആ കാഴ്ച കണ്ട് ഒന്നമ്പരന്ന് പോയിട്ടുണ്ടാകാം. ദളിത് മക്കൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സവർണ മേധാവികളുടെ ധാർഷ്ട്യത്തിന് ദളിത് മക്കൾ മറുപടി നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ജില്ലാ കളക്ടറിന്റെ വീടിന് മുന്നിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് ചൊരിയുകയായിരുന്നു, അഥവാ മാലിന്യങ്ങൾ വീടിന് മുന്നിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഭീം ആർമി അഥവാ ദളിത് മക്കളുടെ ആർജവമുള്ള സംഘടന ഭീം ആർമിയും ചന്ദ്രശേഖർ ആസാദും ഏറ്റെടുക്കുകയുണ്ടായി. ഞങ്ങൾ തന്നെയാണ് ആ മാലിന്യം ജില്ലാ കളക്ടറിന്റെ വീടിന് മുന്നിൽ വലിച്ചെറിഞ്ഞതെന്ന് അവർ ഏറ്റെടുത്ത് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സവർണർക്കെതിരെ, ദളിതർക്കെതിരെ, സവർണ ഫാസിസ്റ്റുകൾക്കെതിരെ ശക്തമായ നീക്കമാണ് UPയിൽ നടക്കാൻ വേണ്ടി ഇനി പോകുന്നത്. യോഗിയുടെയും കൂട്ടരുടെയും അടിവസ്ത്രങ്ങൾ നനഞ്ഞു പോകുന്ന രീതിയിലുള്ള തിരിച്ചടിക്ക് ദളിത് മക്കൾ ഒരുങ്ങിയിരിക്കുന്നു. ഇത് ആദ്യപടിയാണ്. നിങ്ങൾക്ക് മാത്രമല്ല ഭീഷണിപ്പെടുത്താൻ സാധിക്കുന്നത്, ഞങ്ങൾക്കും പറ്റും. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുമ്പോൾ ഞങ്ങൾ ഭീഷണിയുടെ സ്വരമുയർത്തും. കാരണം ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദളിത് മക്കൾക്ക് ഐക്യദാർഢ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.